ടുഡേ ടോപ്പിക് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5ൻ്റെ അകത്ത് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോർട്ടിംഗ് എന്നും ഹാഷിംഗ് എന്നും പറയുന്ന രണ്ട് ടോപ്പിക്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. സോർട്ടിങ്ങിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് അൽഗോരിതം, ഹാഷിങ്ങിനകത്ത് വരുന്ന സം ടെക്നിക്സും ആണ് പഠിക്കാനുള്ളത്. എന്താണ് സോർട്ടിംഗ് എന്ന് നോക്കാം. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡേറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഡേറ്റ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഓർഡറിലിരിക്കും. അങ്ങനെ ഓർഡറിലിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്യാനും ഒരു ഡേറ്റയെ റിട്രീവ് ചെയ്യാനും ഇൻസെർട്ട് ചെയ്യാനും എല്ലാത്തിനും ഈസി ആയിട്ട് നമുക്ക് ഡേറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ സോർട്ടിംഗ് തന്നെ 2 ടൈപ്സ് ഉണ്ടാകുന്നുണ്ട്. ഇൻറ്റേർണൽ സോർട്ടിംഗ് എന്നും എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്നും. എന്താ ഇൻറ്റേർണൽ സോർട്ടിംഗ് എന്ന് നോക്കാം. ഇൻറ്റേർണൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേറ്റയേ ഉള്ളൂ, അത് സോർട്ട് ചെയ്യണമെങ്കിൽ അതിനാണ് ഇൻറ്റേർണൽ സോർട്ടിംഗ്. മെയിൻ മെമ്മറി മാത്രം മതിയെങ്കിൽ അതിനെ ഇൻറ്റേർണൽ സോർട്ടിംഗ്. നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഉണ്ട്. മെയിൻ മെമ്മറിക്കകത്ത് അറ്റ് എ ടൈമിൽ ഇത്രയും ഡേറ്റ ഒന്നിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഫ്ലോപ്പി ഡിസ്കോ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ CD ഡ്രൈവോ എന്തിലെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ അത് മെയിൻ മെമ്മറി കൊണ്ട് വെക്കുന്നത്. അങ്ങനെ വരുന്ന സോർട്ടിങ്ങിനെയാണ് എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സോർട്ടിങ്ങിൻ്റെ അകത്ത് മെയിൻ മെമ്മറിക്കകത്തേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ആ ഡെഫിനേഷൻ തന്നെ കുറച്ചും കൂടി ഇതായിട്ട് പറയുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് നോക്കുക. സ്മാൾ ഡേറ്റാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറിക്കകത്ത് അറ്റ് എ ടൈമിൽ കുറച്ച് ഡേറ്റ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് സ്ലോവറായിട്ട് ആയിപ്പോവും. ഒരുപാട് ഡേറ്റ വെച്ചാൽ സ്ലോ ആയിപ്പോവും ഇൻറ്റേർണൽ സോർട്ടിങ്ങിലാണെങ്കിൽ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻസെർഷൻ. നമുക്ക് പല രീതിയിൽ ഇൻറ്റേർണൽ സോർട്ടിങ് ചെയ്യാം. നമുക്ക് ഡേറ്റയെ ഇൻസെർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇൻസെർഷൻ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റയെ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയാൽ അതിനെ ഇൻസെർഷൻ സോർട്ടിംഗ് എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് എക്സ്ചേഞ്ച്, ഡേറ്റാസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താണ് സോർട്ട് ചെയ്യുന്നത്, ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് സോർട്ടിംഗ്. അതിൻ്റെ അകത്ത് ബബിൾ സോർട്ടും ക്വിക്ക് സോർട്ടും വരുന്നു. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സോർട്ട് ചെയ്യുന്നതിനെ സെലക്ഷൻ സോർട്ടിംഗ് എന്ന് പറഞ്ഞു. സെലക്ഷൻ സോർട്ട് അതിൻ്റെ അകത്ത് വരുന്നതാണ് സെലക്ഷൻ സോർട്ടും ഹീപ്പ് സോർട്ടും. മെർജ് എന്ന് പറഞ്ഞാൽ കുറച്ച് എലമെൻസിനെ നമ്മൾ മെർജ് ചെയ്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മെർജ് സോർട്ടിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ സോർട്ടിങ്, ഇത് ഓരോ സോർട്ടിങ്ങും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്ന് ഇൻറ്റേർണൽ സോർട്ടിങ്ങാണ് കുറച്ചും കൂടെ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. കാരണം നമ്മൾ ഡേറ്റ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സിമ്പിൾ സോർട്ടിംഗ് ആയിരിക്കണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസീവ് ഡേറ്റ ഉണ്ടെങ്കിലാണ് എക്സ്റ്റേണൽ സോർട്ടിംഗ്. നമ്മളെ റാമിൽ അറ്റ് എ ടൈം എല്ലാം കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ മെമ്മറി എടുത്തിട്ട് അതിൻ്റെ അകത്ത് സോർട്ട് ചെയ്യും. അതിനെ എക്സ്റ്റേണൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ടെമ്പററി ഫയലിൽ റൈറ്റ് ചെയ്ത് സോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒറിജിനൽ ഡേറ്റയെ കൊണ്ടുവന്ന് മെയിൻ മെമ്മറിക്കകത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രോസസ്സ് എല്ലാം വേറൊരു ഡിവൈസിൻ്റെ സഹായത്തിനോ വേറൊരു മെമ്മറിയുടെ സഹായത്തോടെ ആയിരിക്കും നടക്കുന്നത്. എക്സ്റ്റേണൽ സോർട്ടിങ്ങിനകത്ത് വരുന്നതാണ് എക്സ്റ്റേണൽ മെർജ് സോർട്ട്, ബക്കറ്റ് സോർട്ടിംഗ് എന്ന് പറയുന്ന രണ്ട് സോർട്ടിങ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞ എല്ലാ സോർട്ടിങ്ങും പഠിക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള സോർട്ടാണ് ബബിൾ സോർട്ട്. എന്താ ഈ ബബിൾ എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബബിളിൻ്റെ പ്രത്യേകത പല കഥകൾ പറയാറുണ്ട്. ഒരു കഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ബബിൾ സോർട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്, ആദ്യത്തെ ടൈമിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏറ്റവും അവസാനം വരും. അത് കഴിഞ്ഞ് അടുത്ത ലാർജസ്റ്റ് എലമെൻറ്റ് വരും. അങ്ങനെ സോർട്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ബബിൾ. അപ്പം ബബിൾ നമ്മളൊരു വെസലിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബബിൾസ് വരുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു, ബബിള് നമ്മൾ ഫസ്റ്റ് മേളിൽ വരും, പിന്നെ അടിയിലോട്ടുള്ള എല്ലാം ബബിൾ ചെയ്ത് അവിടെ പിന്നെയാണ് ബബിൾ അടിയിലോട്ടായിരിക്കും പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബബിൾ സോർട്ട് എന്ന് വന്നെന്ന് പറഞ്ഞു. ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയുന്ന ബബിൾ സോർട്ട് എന്ന് പേര് വരാൻ കാരണം രണ്ട് അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഡേറ്റാസിനെ തമ്മിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ബബിൾസ്. രണ്ട് ഡേറ്റയെ തമ്മിലാണ് ബബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബബിൾ സോർട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആ കഥകളൊന്നും നമുക്ക് വേണ്ട. എന്താ ബബിൾ സോർട്ട്, എങ്ങനെയാണ് ബബിൾ സോർട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ബബിൾ സോർട്ടിൻ്റെ അകത്ത് ഞാൻ ഒരു എക്സാമ്പിൾസ് എടുക്കുകയാണ്. 72854 ഇതാണ് എൻ്റെ ഡേറ്റ. അപ്പോൾ ഇതിനെ ഞാൻ സോർട്ട് ചെയ്യാൻ നേരത്തെ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കൂടെ നോക്കും. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ J ആണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് എന്തായിരിക്കും J+1. ഓക്കെ, I എങ്കിൽ I+1. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലാർജർ ആണെങ്കിൽ, ഫസ്റ്റ് എലമെൻറ്റ് ലാർജർ ദാൻ സെക്കൻഡ് എലമെൻ്റ് എങ്കിൽ ആദ്യം ഇരിക്കേണ്ടത് ആരാണ്, സ്മാളസ്റ്റ് എലമെൻ്റാണ് ആദ്യം ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് ലാർജായി പോയാൽ ഇതിനെ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇവർ തമ്മിലൊന്ന് മാറ്റുക. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. നോക്കിയേ, 7ഉം 2ഉം നോക്കുമ്പോൾ ലാർജർ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് 2ഉം 7ഉം ആയി. കണ്ടോ, അടുത്ത എന്താ ചെയ്യുന്ന, 7ഉം 8ഉം തമ്മിൽ നോക്കുക അല്ലേ. 7ഉം 8ഉം നോക്കുമ്പോൾ നമുക്ക് 7 ഈസ് ലാർജസ്റ്റ്, നോ,
സോ നോ എക്സ്ചേഞ്ചിങ്. നെക്സ്റ്റ് 8ഉം 5ഉം കൂടെ കമ്പയർ ചെയ്യുക. 8 ഈസ് ലാർജർ ദാൻ 5, സോ എക്സ്ചേഞ്ചിങ്. ദെൻ കമ്പയർ 8 ആൻഡ് 4. ദെൻ 8 ഈസ് ലാർജർ, സോ എക്സ്ചേഞ്ച്. 4ഉം 8ഉം കിട്ടി. നമ്മൾ ഓരോ സമയം ഏതൊക്കെ എലമെൻറ്റ് നോക്കുന്നു എന്നുള്ളതാണ് പ്രീവിയസ് എലമെൻറ്റിനെ ബ്ലൂവും അടുത്ത എലമെൻറ്റിനെ റെഡും ആക്കി വെച്ചിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കി ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മൾ അറയ്ക്കകത്ത് ഒരു പ്രാവശ്യം വന്ന് കഴിയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഏറ്റവും അവസാനം വരും. അതാണ് ബബിൾ സോർട്ടിൻ്റെ പ്രത്യേകത. നോക്കി ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഏറ്റവും അവസാനം വന്നില്ലേ? ഇനി അടുത്ത നമ്മൾ അപ്പോൾ ഒരു പ്രാവശ്യമായി, പക്ഷേ ഇത് സോർട്ട് ചെയ്തോ ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ അറേ എടുത്ത് സെയിം പ്രോസസ്സ് തന്നെയാണ് നടത്തും. ആദ്യത്തെ എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കൂടെ നോക്കുക. ഫസ്റ്റും സെക്കൻഡും കൂടെ നോക്കുമ്പോൾ 2 ഈസ് ലാർജർ ദാൻ 7, നോ, സോ നോ എക്സ്ചേഞ്ച്, സെയിം. Then 7 is larger than 5, yes, so exchange 7 and 5. Then 7 is larger than 4, yes, so exchange 4 and 7. ഇനി നമ്മൾ 8 നോക്കത്തില്ല, കാരണം നമ്മൾ അത്രയും നോക്കിയാൽ മതി. അത് ഇതെന്താണ്, സോർട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്, സോ അതിനെ നോക്കത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം ആരെ നോക്കത്തില്ല, 7നെയും നോക്കത്തില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് നോക്കി 2 ഈസ് ലാർജർ ദാൻ 5, യെസ്, സോ നോ എക്സ്ചേഞ്ച്. 5 ഈസ് ലാർജർ ദാൻ 7, യെസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 5നെ എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. 5ഉം 4ഉം കൂടെ എക്സ്ചേഞ്ച് ചെയ്യും. 4ഉം 5ഉം എക്സ്ചേഞ്ച് ചെയ്തു. ഇനി 7 നോക്കണോ, 5ഉം 7ഉം കൂടെ നോക്കണോ, വേണ്ട, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അടുത്ത നമ്മൾ വീണ്ടും നോക്കും, 2ഉം 4ഉം ലാർജർ, 2 ഈസ് ലാർജർ ദാൻ 7 ആണോ, നോ, സോ നോ എക്സ്ചേഞ്ച് കംപ്ലീറ്റ്ലി നടന്നു. ഇതിലെ ഓരോ പ്രോസസ്സിനെയാണ് നമ്മൾ ഓരോ പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെല്ലാം ഓരോ പാസ് എന്ന് പറയും. നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് പാസ്. ഇതാണ് ഫസ്റ്റ് പാസ്. ഫസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഏറ്റവും അവസാനം. സെക്കൻഡ് പാസ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ് വരെ ചെയ്യും. തേർഡ് പാസ്സിൽ പാസ് 2, 3 എന്ന് പറയും. പാസ് 3ക്കകത്ത് അടുത്തത്. അങ്ങനെ നമുക്ക് എലമെൻറ്റ്സ് എത്രത്തോളം ലാർജറാണോ അത്രയും പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കിട്ടും. ഓക്കെ, ഇനി ഓരോ പാസ് എന്ന് പറഞ്ഞാൽ ഓരോ ലൂപ്പായിരിക്കും, ലൂപ്പിംഗ് അനുസരിച്ചായിരിക്കും പാസ് വരുന്നത്. ഇനി ഒരു സിമ്പിൾ നമുക്ക് അൽഗോരിതം കൂടെ ഒന്ന് നോക്കാം. നമുക്ക് അറേയുടെ അൽഗോരിതം പോലെ തന്നെ n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേക്കകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം ഐയുടെ വാല്യൂ 0 മുതൽ n വരെ പോയി, അതായത് പാസിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പാസ്. ആദ്യം ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഫസ്റ്റ് പാസിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഫുൾ എലമെൻറ്റ്സും ചെക്ക് ചെയ്യണം അല്ലേ. ആദ്യം ഐയുടെ വാല്യൂ 0 ആവുന്ന സമയം നമ്മൾ അറയ്ക്കകത്ത് കിടക്കുന്ന ഫുൾ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ വേണം, ജെ എന്ന് പറഞ്ഞൊരു ലൂപ്പും കൂടെ. നോക്കിയേ, അടുത്ത ജെയുടെ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് ആദ്യത്തെ പ്രാവശ്യം മാത്രം ഫുൾ നോക്കിയാൽ അടുത്ത പ്രാവശ്യം ഒന്ന് കുറച്ച് നോക്കിയാൽ മതി, അടുത്ത പ്രാവശ്യം 2 കുറച്ച് നോക്കിയാൽ മതി. അതായത് ഓരോ പാസ് വരുമ്പോൾ ആ പാസിനെ കുറച്ചാൽ മതി. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും, ആ സമയം നമ്മൾ ജെയുടെ വാല്യൂ 0 മുതൽ അവസാനം വരെ നോക്കണം. അടുത്ത പ്രാവശ്യം ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ജെയുടെ വാല്യൂ ഏതുവരെ നോക്കിയാൽ മതി, ആദ്യം തൊട്ട് നോക്കും അല്ലേ, 0 മുതൽ നോക്കിയിട്ട് n-1 വരെ നോക്കിയാൽ പോരെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താ, ജെയുടെ വാല്യൂ 0 മുതൽ n-1. നിങ്ങളടുത്ത് ബബിൾ സോർട്ട് ആര് ചോദിച്ചാൽ എന്താ, ഈ ഒരു സാധനം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഐയുടെ വാല്യൂ 0 മുതൽ n വരെ പോവുമെങ്കിൽ ജെയുടെ വാല്യൂ 0 മുതൽ n-i വരെ പോവും. ഓക്കെ, അതാണ് അതിൻ്റെ, ഇത്രയേ ഉള്ളൂ ബബിൾ സോർട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നു, എന്താ നോക്കുന്നത്, നേരത്തെ നോക്കിയതുപോലെ തന്നെ എ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1. ആദ്യത്തെ എലമെൻ്റാണ് വലുതെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്തു. സാപ്പ് ചെയ്താൽ മതി കേട്ടോ, അവിടെ സാപ്പിങ്ങിൻ്റെ അൽഗോരിതം എടുത്തിട്ടാൽ മതി. എക്സ്ചേഞ്ച് ചെയ്തു. ദെൻ വീണ്ടും നോക്കുന്നു ഐയുടെ വാല്യൂ, വീണ്ടും നമ്മൾ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ ഫുൾ നോക്കി എല്ലാ സ്ഥലത്തും നോക്കുന്നു. അത് കഴിയുമ്പോൾ ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങി ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു, ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുറത്ത് വരുന്നു. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ O of n² ആയിരിക്കും ബബിൾ സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബബിൾ സോർട്ടിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മൾ ആ ഡെഫിനിഷൻ വിട്ടിട്ടാണ് പോയത്. എക്സാമ്പിൾസ് നോക്കിയത്. എന്താ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് നോക്കാം. ബബിൾ സോർട്ട് എന്ന് പറയുന്നാൽ എന്താ, ഇനി ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കമ്പയർ ചെയ്യും, ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ നൈബറിങ് എലമെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, അതാണ് ബബിൾ സോർട്ട്. എന്താ ചെയ്യുന്ന, കമ്പയർ ഈച്ച് എലമെൻറ്റ് വിത്ത് ഈസ് നൈബറിങ് ടു ദ റൈറ്റ് നൈബറിങ് എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദേ ആർ ഔട്ട് ഓഫ് ഓർഡർ കറക്റ്റ് അല്ലെങ്കിൽ അതിനെ സാപ്പ് ചെയ്യും. ദിസ് പുട്ട് ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ലാർജസ്റ്റ് എലമെൻറ്റ് അറ്റ് ദ എൻഡിൽ വരും. ബബിൾ സോർട്ടിൻ്റെ പ്രത്യേകത ലാർജസ്റ്റ് എലമെൻറ്റ് അറ്റ് ദ എൻഡ് വരും. ഓക്കെ, ദ ലാസ്റ്റ് എലമെൻറ്റ് ഈസ് നൗ ഇൻ കറക്റ്റ് പൊസിഷൻ ഫൈനൽ പ്ലേസ്. ഓക്കെ, കറക്റ്റ് പൊസിഷൻ ഫൈനൽ പ്ലേസിൽ വരുന്നതാണ് ബബിൾ സോർട്ട്.
ഇനി നമ്മൾ കമ്പയർ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യും അടുത്തിരിക്കുന്ന ഇതും റൈറ്റിലുള്ള എലമെൻറ്റുമായിട്ട്. ഇനി അടുത്ത് നമ്മൾ എന്തായി ചെയ്യുന്ന, കമ്പയർ എലമെൻറ്റ്സ് കമ്പയർ ചെയ്യും. ഏതൊക്കെ, ലാസ്റ്റ് എലമെൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കമ്പയർ ചെയ്യും. അതെല്ലാം ഔട്ട് ഓഫ് ഓർഡർ ആണെങ്കിൽ സാപ്പ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റിനെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെയും ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. എക്സെപ്റ്റ് ലാസ്റ്റ് 2 എലമെൻ്റ് ആവുന്നവരെയും കമ്പയർ ചെയ്യുന്നതിനാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള സോർട്ടാണ് ബബിൾ സോർട്ട്. താങ്ക് യു ആൾ. നിങ്ങൾ അൽഗോരിതം പഠിക്കണം. കുറച്ച് ഡേറ്റ തന്നാൽ ബബിൾ സോർട്ട് വെച്ച് എങ്ങനെ ചെയ്യാനും പഠിക്കണം. അത്രയേ ഉള്ളൂ ബബിൾ സോർട്ടിൻ്റെ അകത്ത്. താങ്ക് യു ആൾ.